അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങൾ വന്നെത്തിക്കഴിഞ്ഞാൽ അതുവരെ മുസ്ലിമാവാത്ത ആളുകൾക്ക് ഇനി മുസ്ലിമായിട്ട് കാര്യമുണ്ടാവില്ല. നാസയുടെ ഈ അടുത്ത ഒരു പഠനം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ പോകുന്നു എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലോകത്തെ എല്ലാ പ്രഗത്ഭമായ TV ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തു. ഒട്ടുമിക്ക പത്രങ്ങളിലും അത് വന്നു. നമ്മുടെ മലയാള പത്രങ്ങളിൽ വന്നോ എന്നെനിക്കറിയില്ല. പക്ഷേ മുസ്ലിമീങ്ങൾ നടത്തുന്നതും അല്ലാത്തവരുമായ ആളുകളുടെയൊക്കെ പത്രങ്ങളിൽ വന്നു. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാനുള്ള സാധ്യത നാസയുടെ സയന്റിസ്റ്റുകളുടെ പഠനത്തിൽ തെളിഞ്ഞു വന്നു. നമ്മുടെ ഭൂമിയുടെ ഈ കറക്കം ഇനി അങ്ങോട്ട് സ്ലോ ഡൗൺ ആവാൻ പോകുന്നു. 24 മണിക്കൂർ എന്ന ഈ കറക്കം ഇനി ചുരുങ്ങി ഭൂമി ഒരു ന്യൂട്രൽ പോയിന്റിലേക്ക് എത്തുകയും എന്നിട്ട് ഭൂമി തിരിച്ചു കറങ്ങാൻ തുടങ്ങുകയും ചെയ്യും. അതാണ് ആ സമയത്ത് നമ്മൾ സൂര്യോദയം പടിഞ്ഞാറ് നിന്ന് അനുഭവിക്കും എന്ന് ഇന്നത്തെ ശാസ്ത്രകാരന്മാർ കണ്ടെത്തി കഴിഞ്ഞു. അവരതിന് പറയുന്നത് മില്യൺ കണക്കിന് കൊല്ലങ്ങളുടെ വഴിദൂരമാണ്, അത്രയും കാലമെടുക്കും ഇത് സംഭവിക്കാനെന്നാണ്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ലാ യഅതീകും ഇല്ലാ ബഗ്തഹ്, ലാ തഅതീകും ഇല്ലാ ബഗ്തഹ്, വളരെ പെട്ടെന്നായിരിക്കും അത് വന്നെത്തുക. നിങ്ങളുടെ ഭൗതിക കണക്ക് പ്രകാരം ഭൂമിയുടെ ഈ സൈക്കിൾ, ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കുറഞ്ഞ് വല്ലാതെ കുറഞ്ഞത് നിശ്ചലമാവുകയും എന്നിട്ട് പിന്നെ വലത്ത് നിന്ന് ഇടത്തോട്ട് കറങ്ങുകയും ചെയ്യും. ഇടത്ത് നിന്ന് വലത്തോട്ടാണ് ഇനി കറങ്ങുന്നത്. ആ കറക്കം വലത്ത് നിന്ന് ഇടത്തോട്ട് കറങ്ങാൻ തുടങ്ങും. അങ്ങനെ വരികയാണെങ്കിൽ സൂര്യോദയം പിന്നെ ഉദിക്കുന്നത് മഗ്രിബിഹ, അതിന്റെ മഗ്രിബിൽ നിന്നായിരിക്കും നമുക്ക് സൂര്യോദയം പടിഞ്ഞാറാണ് കാണാൻ കഴിയുക. ഇതിന് നിങ്ങൾ മില്യൺ കണക്കിന് കൊല്ലങ്ങളുടെ കണക്ക് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ലാ തഅതീകും ഇല്ലാ ബഗ്തഹ്, വളരെ പെട്ടെന്നായിരിക്കും അത് വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മില്യൺ കണക്കിന് കൊല്ലത്തിന്റെ ആവശ്യം അല്ലാഹുവിനില്ല. മുസബ്ബിബുൽ അസ്ബാബാണ് റബ്ബ്. എന്നാൽ സബബുകളില്ലാതെയും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് അല്ലാഹു. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ, എപ്പോഴാണ് അന്ത്യനാൾ നടക്കുന്നതെന്ന് നബിയെ അവരങ്ങയോട് ചോദിക്കുന്നു. ഈ ദീനിന്റെ ഉലമാഇനോട് ചോദിക്കുന്നു, ലോകാവസാനം ഉണ്ടോ എന്ന്. ഖുൽ, പറയുക, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അതിനെ സംബന്ധിച്ചുള്ള ശരിയായ വിവരം അല്ലാഹുവിന്റെ അരികത്താണ്. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ അതിന്റെ കൃത്യമായ സമയം റബ്ബിനല്ലാതെ അറിയുകയില്ല. തക്ക സമയത്ത് അന്ത്യനാളിനെ ഈ ലോകത്തെ അവസാനിപ്പിക്കുന്നത് അല്ലാഹുവാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരുപാട് ദൂരമെടുക്കുന്നു എന്ന് പറയുന്നത് ثقلت في السماوات والأرض لا تأتيكم إلا بغتة, അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ ഏറ്റവും അപാരമായ നിദർശനമായ അന്ത്യലോകം, ലോകത്തിന്റെ അവസാനം നടക്കുന്നത് ഇല്ലാ ബഗ്തതൻ, വളരെ പെട്ടെന്നായിരിക്കും. യസ്അലൂനക കഅന്നക ഹഫിയ്യുൻ അൻഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ് വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. നബിയെ, അങ്ങേക്ക് പോലും അല്ലാഹു അതിന്റെ കൃത്യമായ സമയം എപ്പോഴാണെന്ന് പറഞ്ഞു തന്നില്ല. അതിന്റെ കൃത്യമായ നേരം അറിയുന്നത് അല്ലാഹുവാണ്. ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ആ ഒരു മഹാസംഭവത്തെ സംബന്ധിച്ച് ചിന്തിക്കാത്തവരാണ്. ആളുകൾക്ക് അറിയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇനി നമ്മൾ ഹബീബിന്റെ ചർച്ചയിലേക്ക് വരികയാണ്. ഓരോരോ ഹദീസുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേട്ടു പരിചയമുള്ള, നമ്മൾ ഒരുപാട് ചർച്ചകൾ ചെയ്യാറുള്ള ഹദീസുകൾ മാറ്റിവെക്കുകയും അധികം ചർച്ച വരാത്ത ഹദീസുകളിലൂടെയാണ് നമ്മൾ കൂടുതൽ ചർച്ച കൊണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേൾവിയും ചർച്ചയും പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അല്ലാഹുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകൾക്കൊന്ന് അടുക്കാനും വിശുദ്ധമായ ഖുർആൻ ഒന്ന് എടുത്തു നോക്കാൻ സമയം കിട്ടാതെ തിക്കും തിരക്കും പിടിച്ചോടി നടക്കുന്ന ആളുകൾക്ക് ഖുർആൻ ഒന്ന് എടുത്തു നോക്കാനും കഴിഞ്ഞുപോയ ഫർള് നിസ്കാരങ്ങളും ഫർളായ നോമ്പുകളും നഷ്ടപ്പെട്ടതൊന്ന് ഖളാ വീട്ടിയെടുക്കാനും
ജീവിതത്തിൽ വന്നുപോയ അപാകതകളെ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് തിരുത്താനുമുള്ള ഒരു അവസരമായി, ഒരു കാരണമായി അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുഇസ്തു ഫീ നസമിസ്സാഅ, ബുഇസ്തു ഫീ നസമിസ്സാഅ. അന്ത്യനാൾ ഒരു കൊടുങ്കാറ്റാണെന്ന് സങ്കല്പിച്ചാൽ ആ കൊടുങ്കാറ്റ് തുടങ്ങുന്ന മന്ദമാരുതനുണ്ട്, നസം അല്ലെങ്കിൽ നസീം എന്ന് പറയുന്ന മന്ദമാരുതൻ. ഞാൻ അന്ത്യനാളിന്റെ മന്ദമാരുതനിലാണ് എന്നെ അള്ളാഹു നിയോഗിച്ചത് എന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോടാനുകോടി വർഷങ്ങൾ പഴക്കമുള്ള ഈ പ്രപഞ്ചം, മില്യൺ കണക്കിന് കൊല്ലങ്ങൾ പഴക്കമുള്ള ഈ ലോകം, 17.5 സംതിങ് ബില്യൺ കണക്കിന് കൊല്ലങ്ങളുടെ പഴക്കം പറയുന്ന പ്രപഞ്ചോൽപത്തി അല്ലാഹു തആല ആ ബില്യൺ കണക്കിന് കൊല്ലം പഴക്കമുള്ള ലോകം, അള്ളാഹുവിന്റെ റസൂലിന്റെ വരവ് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളമാണെന്ന് പറയുമ്പോൾ 1400 കൊല്ലം കഴിഞ്ഞല്ലേ എന്ന് അത്ഭുതപ്പെടേണ്ട. ഈ പ്രപഞ്ചത്തിന്റെ വയസ്സ് നോക്കിയാൽ 1500 എത്ര ചെറുതാണ്. പ്രപഞ്ചത്തിന്റെ കണക്ക് നോക്കിയാൽ, ഭൂമിയുടെ ആയുസ് നോക്കിയാൽ എത്ര ചെറുതാണ്. വലിയ അത്ഭുതം എന്താണെന്നറിയോ? ഈ ഭൂമി ബില്യൺ, മില്യൺ അല്ല, ബില്യൺ കണക്കിന് കൊല്ലങ്ങൾ, കോടിക്കോടി ശതകോടികൾ പഴക്കമുള്ള ഭൂമിയാണ്. നമ്മൾ ഉണ്ടാക്കിയ ഒരു വീട് 30 കൊല്ലം കഴിഞ്ഞാൽ ബോറടിക്കും നമുക്ക്. ഇത് പഴയ വീടാണ് അല്ലേ? നമ്മുടെ പഴയ UP സ്കൂൾ, LP സ്കൂളൊക്കെ കണ്ടാൽ പറയില്ലേ പഴയത്. ഈ ഭൂമിയെ നോക്കിയിട്ട് ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? കാട്ടുക്ക് നോക്കിയിട്ട് പഴയ കാട് എന്ന് പറയാറുണ്ടോ? ഇല്ല. അതിൻ്റെ അത്ഭുതം അതാണ്. ഈ പ്രപഞ്ചത്തെ നിത്യഹരിതമായി അള്ളാഹു കൊണ്ടുനടും. മനുഷ്യൻ തൊട്ടതൊക്കെ പഴയതാവും, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾ പഴയതാകുന്നില്ല. അത് എപ്പോഴും നിത്യവസന്തമാണ്. കടൽ കോടിക്കണക്കിന് കൊല്ലം പഴക്കണ്ട്. കടൽ ചെന്നിട്ട് പറയേണ്ട ബോറടിച്ചിട്ട് പഴയ കടലല്ലേ ആരെങ്കിലും പറയോ? പറയൂല. കടലിനെപ്പോഴും ഒരു പുതുമയുണ്ട്, ആകാശത്തിന് പുതുമയുണ്ട്, നമ്മുടെ പരിസരത്തുള്ള മലകൾക്ക് പുതുമയുണ്ട്, വൃക്ഷങ്ങൾക്ക് പുതുമയുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം അതാ. മനുഷ്യൻ തൊട്ടോ പഴയതായി. 100 കൊല്ലമൊക്കെ കഴിഞ്ഞ പിന്നെ എക്സ്പയർ ആയി. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഞാൻ വരുന്നത് അന്ത്യനാളിന്റെ കൊടുങ്കാറ്റിന്റെ മുന്നോടിയായ ഒരു ചെറിയ മന്ദമാരുതൻ പോലെയാണ്. കാറ്റ് തുടങ്ങുന്നത് എന്നിലൂടെയാണ്. അവിടെ നിന്നാണ് ലോകാവസാനത്തിന്റെ കാറ്റ്, കൊടുങ്കാറ്റായി വരാൻ പോകുന്നത്. ബുഇസ്തു ഫീ നസമിസ്സാഅ, ഞാൻ അന്ത്യനാളിന്റെ മന്ദമാരുതനായിട്ട് നിയോഗിക്കപ്പെട്ട നബിയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബിതങ്ങൾ അന്ത്യനാളിനോടടുക്കുമ്പോൾ, മുസ്ലിമീങ്ങൾ ലോകാവസാനത്തോടടുക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞു തന്നു. ഫിതനുൻ ഖഖിതഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു الرجل مؤمنا ويمسي كافرا ويمسي مؤمنا ويصبح كافرا. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിനോടടുക്കുമ്പോൾ ഇരുൾ മുറ്റിയ രാവുകളെ പോലെ, ഇരുളിന്റെ കഷ്ണങ്ങളെ പോലെ മുസീബത്തുകൾ വരും. നമുക്ക് പരീക്ഷണങ്ങൾ വരും, കടുത്ത പരീക്ഷണങ്ങൾ വരും. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾ അന്നൊരിക്കൽ ഉറക്കത്തിൽ നിന്ന് പേടിച്ചെഴുന്നേൽക്കുന്നു. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു നബി തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഖാമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ മിനൽ അയ്യാമി മിൻ നൗമിഹി ഫസിഅ. പേടിച്ചുകൊണ്ട് നബി തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ആദ്യം പറഞ്ഞ വാക്ക് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. മാദാ അൻസലല്ലാഹു മിനൽ ഫിതൻ. എന്തൊക്കെയാണ് ഫിത്നകൾ, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് സ്വപ്നം കണ്ട് നബി തങ്ങൾ എഴുന്നേറ്റിരുന്നു. നബി തങ്ങളുടെ സ്വപ്നം വഹയാണ്, നമ്മുടെ സ്വപ്നം പോലെയല്ല. ഇന്നമാ തനാമു ഐനായ വലാ യനാമു ഖൽബി. എന്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത്, എന്റെ ഹൃദയം ഉറങ്ങുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. വകദാലികൽ അംബിയാ, പ്രവാചകന്മാർ മുഴുവനും അങ്ങനെയാണ്. അംബിയാഇന്റെ സ്വപ്നം അത് വഹയാണ്, അല്ലാഹു നൽകുന്ന ദിവ്യബോധനമാണ്. മാദാ അൻസലല്ലാഹു മിനൽ ഫിതൻ. എന്തൊക്കെ ഫിത്നകളാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മയ്യൂഖിദു സവാഹിബൽ ഹുജുറാതി കൈയുസല്ലീന. ആരാണ് എന്റെ ഭാര്യമാരുടെ വീടുകളിൽ ചെന്ന് ഒന്ന് എഴുന്നേറ്റ് പാതിരാവിൽ നിസ്കരിക്കാൻ ആരാണ് അവരെ ഒന്ന് ഉണർത്തുന്നത്? ഫിത്നകൾ ഇറങ്ങിക്കഴിഞ്ഞു, പരീക്ഷണങ്ങൾ ഒന്നൊന്നായി ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ ഭാര്യമാരോട് തൊട്ടരികത്തെ വീടുകളിലേക്ക് ചെന്നിട്ട് അവരെക്കൊന്ന് ഉണർത്തിയിട്ട് നിസ്കരിപ്പിക്കാൻ ആരാണുള്ളത്?
ഫിത്നകൾ വരുമ്പോൾ നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. അത് ഖിയാമത്തിന്റെ അടയാളാന്ന് പറഞ്ഞ മൂക്കറ്റം കുടിക്കുക, അങ്ങനെയല്ല. കുടിക്കുന്നത്, മദ്യപിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ട്. നബി തങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഞാൻ അത് ചെയ്യില്ലെന്ന് പറയുകയും ചെയ്ത തെറ്റുകൾക്ക് മാപ്പിരക്കുകയും ചെയ്യേണ്ടത് ഒരു അടയാളം നമ്മുടെ മുമ്പിൽ പുലർന്നു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് അടുക്കണം. അതുകൊണ്ട് നബി തങ്ങൾ അന്ന് രാത്രി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് ഫിത്നകൾ കാണുന്നു, പരീക്ഷണങ്ങൾ കാണുന്നു. ആ പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ അല്ലാഹുവിലേക്ക് അടുക്കുകയല്ലാതെ വഴിയില്ല. എന്റെ ഭാര്യമാരുടെ റൂമുകളിലേക്ക് ചെന്ന് അവരെയൊക്കെ ഉണർത്തിയിട്ട് പാതിരാത്രിയിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ ആരാണ് അവരെയൊന്ന് ഉണർത്തുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ കാസിയതിൻ ഫിദ്ദുനിയാ ആരിയതുൻ യൗമൽ ഖിയാമ. ഈ ഭൂമിയിൽ മറയോടെ നടന്ന എത്രയോ ആളുകൾക്ക് നാളെ ഉടുതുണി ഉണ്ടാവുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ്. യഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലതിൻ മുഅ്രിദൂൻ. എത്രയോ അടയാളങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യാതെ നടക്കുകയാണ്. ഇതൊന്നും എന്നോടല്ല, ഇതാരോടോ പറയാൻ എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നു. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഉണർത്തലുകൾ കേൾക്കുമ്പോൾ കളിച്ചുകൊണ്ടാണ് അവർ കേൾക്കുന്നത്, സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അല്ലാഹു തആല പറയാണ്, അതൊക്കെ കേൾക്കുമ്പോൾ തമാശക്ക് എടുക്കാണ്, അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞ ഈ ഫിത്നകൾ, അതിനെ സംബന്ധിച്ചൊരു പ്രത്യേകത, സൗഫ തഅതി ഫിതനുൻ യുറഖിഖു ബഅദുഹാ ബഅദാ. മുസ്ലിം ഉമ്മത്തുകൾക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ, ഒരു പരീക്ഷണം വരുമ്പോഴേക്കും അടുത്ത പരീക്ഷണം വരികയായി, ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന്. യുറഖിഖു ബഅദുഹാ ബഅദാ. പുതിയ പരീക്ഷണം വരുമ്പോൾ നമ്മൾ പറയും പഴയതൊന്നും സാരല്ല എന്ന്. അത്തരം പരീക്ഷണങ്ങൾ വരും. നോക്കണം ഹബീബിന്റെ പ്രയോഗം. എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ പറയുമ്പോ നോട്ട് പിൻവലിച്ചതാ ഇപ്പൊ വലിയ മുസീബത്ത് എന്ന് പറയും അല്ലേ. അത് കഴിഞ്ഞ് വേറൊന്ന് വരും, പടച്ചോനെ പൊന്നിന് നിയന്ത്രണോ, അപ്പൊ നോട്ടിന്റെ കാര്യം മറക്കും. പിന്നെ സ്ഥലത്തിന്റെ, അപ്പൊ സ്വർണത്തിന്റെ കഥ മറക്കും. ഈ രീതിയിൽ. പക്ഷെ നമ്മൾ അതിനെ കുറിച്ചല്ല പറയുന്നത്. മുസ്ലിമീങ്ങൾക്ക് പരീക്ഷണം വരുമ്പോ, ലോക മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പിഞ്ചുമക്കൾ വിധേയരാകുമ്പോ, അത് കഴിയുമ്പോൾ നമ്മൾ അടുത്തത് മറക്കും. ഒന്ന് വരുമ്പോൾ അതിന്റെ മുമ്പത്തേത് മറന്നു പോകുന്നു. സ്പെയിനിലെ പതനം നടക്കുമ്പോ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെയാണ് ചുട്ടുകൊന്നത്. അത് വെസ്റ്റേൺസ് നടത്തിയ പഠനത്തിൽ കാണാം. പടിഞ്ഞാറുകാരായ സാമൂഹിക ശാസ്ത്രകാരന്മാർ അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസ് അവര് പഠിച്ചു, സ്പെയിനിൽ മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞതിന്റെ ശേഷം അവിടുത്തെ കുരിശു കാപാലികന്മാരായ ആളുകൾ മുസ്ലിമീങ്ങളെ വേവിച്ച് തിന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്രത്തിലുണ്ടത്. പച്ചയായ മനുഷ്യ ശരീരം വേവിച്ച് തിന്നിട്ടുണ്ട് സ്പെയിനിൽ മുസ്ലിമീങ്ങളുടെ. എന്നാൽ സ്പെയിനിന്റെ പതനം കഴിഞ്ഞതിന്റെ ശേഷം നമ്മളത് മറന്നു. പിന്നെ നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് വരുന്നു. അവിടെ മാർക്സിസ്റ്റ് പക്ഷത്തുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിൽ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്ന സംഭവമുണ്ടായി. ഏതാനും വാർത്തകളായി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണു. അവസാനം റഷ്യൻ ചെങ്കടകൾ ആ ഒരു പടക്കെതിരെ അഫ്ഗാനികളായ കുട്ടികൾ കല്ലെടുകളെടുത്ത്, കയ്യിൽ കിട്ടിയ ആയുധങ്ങളെടുത്ത് അഫ്ഗാനികൾ പോരാടി വീരമൃത്യു വരിച്ച് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയപ്പോ അവിടെ മരിച്ചു വീണത് ലക്ഷക്കണക്കിന് ആളുകളാണ്. സ്പെയിൻ അപ്പോഴേക്കും മറന്നു, പിന്നെ അഫ്ഗാനായി. അഫ്ഗാൻ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വരുന്നു മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ ചുട്ടുചാമ്പലാക്കിയ സോവിയറ്റ് യൂണിയന്റെ ആ ഒരു സംഭവത്തിലേക്ക്. അവിടുത്തെ കാർൽ മാർക്സിന്റെ അനുയായികൾ മുസ്ലിമീങ്ങളായ ആളുകളെ അതിദാരുണമായി കൊല ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകളെ സോവിയറ്റ് യൂണിയനിൽ മുസ്ലിമീങ്ങൾ അനുഭവിച്ച എത്രയോ വലിയ ത്യാഗം, ലക്ഷക്കണക്കിന് ആളുകൾ, നമ്മുടെ പള്ളികൾ തച്ചുടക്കപ്പെട്ടത്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് തീരുമ്പോൾ ഒന്ന്. അത് കഴിയുമ്പോൾ ബോസ്നിയ വരികയുണ്ടായി. എത്രയാണ് നമ്മൾ ബോസ്നിയയ്ക്ക് വേണ്ടി ദുആ ചെയ്തത്. ബോസ്നിയക്കാരായ മുസ്ലിമീങ്ങൾ എന്ത് പാപം ചെയ്തു. ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ
കമ്മ്യൂണിസം വേണ്ട എന്ന് പറഞ്ഞതിന്റെ പിന്നാലെ ബോസ്നിയക്കാർ പറഞ്ഞപ്പോ അതിന്റെ പേരിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട മുസ്ലിം ഉമ്മത്ത്. അപ്പോഴേക്ക് നമ്മൾ അഫ്ഗാൻ മറന്നു, റഷ്യ മറന്നു, പിന്നെ ചെച്നിയയായി പ്രശ്നം, ബോസ്നിയ മറന്നു, ചെച്നിയയിലേക്ക് വന്നു. ഇന്നിതാ ബർമ്മ കാണുന്നില്ലേ? ബർമ്മയിലെ പാവപ്പെട്ടവരായ പിഞ്ചു മക്കളെ പോലും വെടിവെച്ചു കൊല്ലാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ കാരുണ്യത്തിന്റെ ലേശം പോലും ഇല്ലാത്ത അവരേതെങ്കിലും ഒരു മതവിശ്വാസിയാണെന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ മതം പിശാച്ച്, അവരുടെ മതം പിശാച്ചിന്റെ മതം. ഒരു ബുദ്ധമതന് പോലും അത് ചെയ്യാൻ കഴിയില്ല, ജൈനനത് ചെയ്യാൻ കഴിയില്ല അവന് വിശ്വാസിയാണെങ്കിൽ. ഒരു ഹിന്ദുവിനത് ചെയ്യാൻ കഴിയില്ല. ഒരു നിരീശ്വരവാദിക്ക് പോലും മറക്കാത്ത ഏറ്റവും കഠിനമായ ക്രൂരമായ അതിദാരുണമായ കൊലപാതകങ്ങൾക്ക് അവിടുത്തെ മുസ്ലിം കുടുംബങ്ങൾ ദൈനംദിനം ദിവസേന എന്നോണം വിധേയരായിക്കൊണ്ടിരിക്കുന്നു. നമ്മളത് മറന്നു കളയുന്നു. നമ്മളപ്പോഴേക്കും മറ്റു ചിന്തകളിലേക്ക് പോകുന്നു. ആരാണ് മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാനുള്ളത്? മുത്തനബി തങ്ങൾ പറയുന്നു, യുറഖിഖു ബഅദുഹാ ബഅദാ. ഓരോ പരീക്ഷണങ്ങളും വരുമ്പോൾ അതിന്റെ മുമ്പ് കഴിഞ്ഞത് നിങ്ങളെ മറപ്പിച്ചു കളയുന്ന പുതിയ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ശേഷം വന്നില്ലേ നമ്മുടെ ഇറാഖ് നമുക്ക് നഷ്ടമായി. എന്തെല്ലാം അധിനിവേശത്തിന്റെ പേര് പറഞ്ഞാലും ഒരു രാജ്യത്ത് ഒരു ഭരണാധികാരിയെ താഴെയിറക്കുന്നത് ഒരു ഭരണാധികാരി അള്ളാഹുവിന്റെ തണലാണ് ഭൂമിയിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിക്രമികളോട് നേരിടേണ്ട സംവിധാനമുണ്ട് ഇസ്ലാമിൽ. ഭരണകൂടത്തെ എങ്ങനെയാണ് താഴെ ഇറക്കേണ്ടതെന്ന് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം ഉലമാഇന്റെ ഫത്വകളുണ്ട്, അവർ പറഞ്ഞു തരും. എന്നാൽ അധിനിവേശത്തിന്റെ കൈകൾ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കടന്നിരിക്കുകയും നമ്മുടെ ഇറാഖ് മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ജീവിച്ച നാട്, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ നാട്, മഹാനായ ഹസനുൽ ബസ്രിയുടെ നാട്, മഹാനായ ജുനൈദുൽ ബഗ്ദാദിയുടെ നാട്, മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ ഇൽമു പഠിക്കാൻ ചെന്ന നാട്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ച നാട്, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാട്, മഹാനായ ദുൽഖർനൈൻ തിരിച്ചു വന്ന നാട്, എത്രയോ വലിയ മഹത്തുക്കൾ കാലുവെച്ച നാട്. ആ പരിശുദ്ധമായ നാട് കുട്ടിച്ചോറായിട്ട് ഒരു കാലത്ത് നിറഞ്ഞു നിന്നു ഇറാഖിന്റെ വാർത്തകൾ. അപ്പോഴേക്കും ലിബിയ വന്നു. ഇറാഖ് മറന്നു, നമ്മൾ മറന്നു. പിന്നെ ലിബിയ വന്നു, പിന്നെ ഈജിപ്ത് വന്നു, അൾജീരിയ വന്നു, യമൻ വന്നു. ഇന്നിതാ കത്തിക്കൊണ്ടിരിക്കുന്ന യമനികൾ. അവിടുത്തെ സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കഴിഞ്ഞാലൊന്ന്. ഈ രീതിയിൽ ഒരു രാജ്യം കഴിയുമ്പോൾ അടുത്ത രാജ്യം, ഒരു പരീക്ഷണം കഴിയുമ്പോൾ അടുത്ത പരീക്ഷണം, അങ്ങനെ യുറഖിഖു ബഅദുഹാ ബഅദാ. ഒന്ന് വരുമ്പോഴേക്കും അടുത്തത് വരുമ്പോൾ ഈ അനുഭവിച്ചത് നിങ്ങൾ മറന്നുപോകുന്ന, അത് ചെറുതാണ് എന്ന് തോന്നിപ്പോകുന്ന പരീക്ഷണങ്ങൾ അന്ത്യനാളിന്റെ മുമ്പ് എന്റെ ഉമ്മത്തികൾക്ക് വരാനുണ്ട്. നിങ്ങൾ അടിയുറച്ചു നിൽക്കണേ, പതറിപ്പോവരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യഅതി യൗമുൻ യക്സുറു ഫീഹിൽ ഹറജ്. കൊലപാതകം വർദ്ധിക്കുന്ന കാലം വരും. എന്തായി വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, ആകാശ ലോകത്ത് നിന്ന് പൈലറ്റ് വിമാനങ്ങളിടുന്ന ബോംബുകൾ. മുമ്പ് ദ്വന്ദ്വ യുദ്ധങ്ങളാണ്, ഫേസ് ടു ഫേസ് യുദ്ധങ്ങളാണ്, വാളുകൊണ്ടുള്ള യുദ്ധങ്ങൾ. യുദ്ധക്കളത്തിൽ ഇറങ്ങുമ്പോൾ ശത്രുവിനെ ശത്രു കണ്ടുമുട്ടുന്ന ആ ഒരു യുദ്ധത്തിൽ മരിക്കുന്ന എണ്ണത്തിന് കണക്കുണ്ട്. അങ്ങനെയാണോ? സിവിലിയൻസ് താമസിക്കുന്നിടത്തേക്ക്, നിരപരാധികളായ ആളുകൾ, പിഞ്ചുമക്കൾ അന്തിയുറങ്ങുന്നിടത്തേക്ക്, സ്കൂൾ കെട്ടിടങ്ങൾക്ക് മീതേക്ക്, ഹോസ്പിറ്റലിന്റെ മീതേക്ക് അണുബോംബുകൾ അടക്കമുള്ള മാരകമായ ആയുധങ്ങൾ ശേഖരിവെച്ച രാജ്യങ്ങൾ. ആകാശ ലോകത്തുനിന്ന് തീതുപ്പുന്ന മിസൈലുകൾ ഭൂമിയിലേക്ക് വീഴുമ്പോൾ ഒരൊറ്റ മിസൈലിലൂടെ 1000-ഓളം ആളുകളാണ്, 1000-കണക്കിന് ആളുകളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. യക്സുറുൽ ഹറജ്. കൊലപാതകം വർദ്ധിക്കുകയും വളരെ പെട്ടെന്ന് ഒരൊറ്റ ശ്രമത്തിലൂടെ 1000-കണക്കിന് ആളുകളെ ഒരേ നേരത്ത് കൊല്ലാൻ കഴിയുന്ന കൊലപാതകങ്ങൾ ലോകത്ത് നടക്കും എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. എന്തിന്? നിങ്ങൾ അന്ത്യനാളിനോടടുത്ത കാലത്താണ് ജീവിക്കുന്നത്. നന്നായിട്ട് ഒരുങ്ങിക്കോ, അല്ലാഹുലേക്ക് മടങ്ങിക്കോ എന്ന് പറയാൻ. അതിനാണ് പറയുന്നത്. ഇറാഖിൽ 20 ആള് മരിച്ചു എന്ന് പറഞ്ഞാൽ വാർത്തയല്ല, 200 മരിച്ചു എന്ന് പറഞ്ഞാൽ വാർത്തയല്ല, 2000 മരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെയോ അതൊക്കെ ഏതോ ഒരു ചെറിയ പെട്ടിക്കോളത്തിൽ വിദേശ വാർത്തയുടെ ഏതെങ്കിലും ഒരു പരസ്യത്തിന്റെ മൂലയിൽ 2000 ആളുകൾ മരിച്ചു. അവിടെ മാർക്കറ്റിൽ സ്ഫോടനങ്ങൾ നടന്നു, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ ആളുടെ മേൽ കെട്ടിവെച്ചിട്ട് കാര്യമുണ്ടോ? മൻ ഖതല നഫ്സൻ മുതഅമ്മിദൻ. ഏതെങ്കിലും ഒരാൾ മനഃപൂർവ്വം
നിരപരാധിയായ ഒരു ശരീരത്തെ കൊന്നുകളഞ്ഞാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, മനുഷ്യ സമൂഹത്തെ മുഴുവനും കൊന്നുകളഞ്ഞതിന് തുല്യമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ വിശ്വാസികൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ? സാധ്യമല്ല, സാധ്യമല്ല. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഐസിസ് അടക്കമുള്ള സംഘടനകൾ ചെയ്യുമ്പോൾ അതൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂത സയനിസ്റ്റ് പടകളുടെ അവരുടെ കൈകളാൽ ഉണ്ടാക്കിയ സംഘടനകളല്ലാതെ ഒരു ഇസ്ലാമിന്റെ പക്ഷത്ത് നിൽക്കുന്ന മുഅ്മിനിന് പോലും നിരപരാധികളെ നിഷ്ഠൂരമായി കൊല്ലാൻ കഴിയില്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അന്ത്യനാളിനെ വിളിച്ചറിയിക്കുന്ന ഏറ്റവും നമ്മെ ചിന്തിപ്പിക്കേണ്ട അടയാളങ്ങളാണ്. യക്സുറു ഫീഹിൽ ഹറജ്, കൊലപാതകങ്ങൾ ഒരുപാട് വർദ്ധിക്കുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه آمين. حبيباയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കൊലപാതകങ്ങൾ ഒരുപാട് ക്രമാതീതമായി വർദ്ധിക്കുന്ന കാലം വരും. ഇനി വാടക കൊലയാളികളെ പറ്റി പറഞ്ഞ വിഷയമാണ് ഇനി വരാൻ പോണത്. ഇതൊക്കെ ഹബീബ് പറഞ്ഞിരിക്കുക സ്വല്ലല്ലാഹു. മുമ്പൊന്നും അങ്ങനെയല്ലല്ലോ. ഇന്ന് കൊട്ടേഷൻ കൊടുക്കുകയാണ്, കയ്യും കാലും മുറിച്ചുകൊണ്ടെന്നാ ഇത്ര. ആ കൊട്ടേഷൻ കൊടുക്കണ മൂല്യന്മാരുള്ളതാണ് ഇപ്പോഴത്തെ വലിയ അത്ഭുതം. അതാണ് വല്ലാത്ത ഫിത്ന. അതിലും വരെ ഈ തലകെട്ടുകാർ പെട്ടുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭമായ ആ ഒരു ഇൽമിന്റെ മിമ്പറിലെ മുഅ്മിനീങ്ങളെ, ദീനിന്റെ സത്യം നമുക്ക് കണ്ടെത്താൻ കഴിയൂ. അല്ലാഹു ആ പ്രസ്ഥാനത്തെ ഖിയാമത്ത് നാൾ വരെ യശസ്സോടുകൂടി അടിയുറപ്പിച്ച് നിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫലാ യഅരിഫുൽ ഖാതിലു ലിമാ ഖതല വലാ യഅരിഫുൽ മഖ്തൂലു ലിമാ ഖുതില. ഈ ആശയം വേറെ വാക്കുകളിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലുന്ന ആളിനറിയില്ല ഞാൻ എന്തിനാണ് കൊന്നത്. കൊട്ടേഷന് പോയ മനുഷ്യനറിയോ ആ കൊല്ലപ്പെടുന്ന മനുഷ്യനും ഇയാളും തമ്മിൽ എന്ത് പ്രശ്നം? നമ്മുടെ മർഹൂം ഷഹീദ് ഫൈസലിനെ ദാരുണമായി സുബ്ഹി നേരത്ത് കൊല ചെയ്തു കഴിഞ്ഞ കൊലയാളികൾക്കറിയുമോ? ആ ഫൈസൽ എന്ന സാധുവായ അള്ളാഹുവിന്റെ ദീനിലേക്ക് സ്വയം തീരുമാനമെടുത്ത് കടന്നു വന്ന ചെറുപ്പക്കാരൻ എന്തു തെറ്റാണ് അവരോട് ചെയ്തത്? അവരുടെ വിഗ്രഹങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? അവരുടെ മതത്തെ ആക്ഷേപിച്ചിട്ടുണ്ടോ? ഞാനൊരു മുസ്ലിമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ സാധുവായ മനുഷ്യനെ നിഷ്ഠൂരമായി കൊല ചെയ്തു കഴിഞ്ഞ കൊലയാളികൾക്ക്, വാടക ഗുണ്ടകൾക്കറിയുമോ എന്തിനാണ്, എന്ത് തെറ്റാണ് ഈ പാവം എന്നോട് ചെയ്തത്? ഞാൻ കൊല്ലുന്നത് മറ്റൊന്നിനുമല്ല, എനിക്ക് പൈസ കിട്ടും. എന്നെ പറഞ്ഞു വിട്ട ആളുകൾ എണ്ണിത്തരും ഞാൻ ഈ ചെയ്ത പണിക്ക്. അതുകൊണ്ട് കൊല്ലുന്നവൻ അറിയില്ല എന്ത് കുറ്റത്തിനാണ് ഞാൻ ഈ പാത്ത കൊല്ലുന്നതെന്ന്. കൊല്ലപ്പെടുന്നവൻ അറിയില്ല, റബ്ബേ എന്റെ ബന്ധുക്കളാണല്ലോ എന്നെ ഈ കൊല്ലുന്നത്. ആരൊക്കെയോ മുഖം മൂടി ധരിച്ച ഏതൊക്കെയോ ഗുണ്ടകളാണ് റബ്ബേ എന്നെ കൊല്ലുന്നത്. ഞാൻ ഇവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? കൊല്ലപ്പെടുന്നവൻ അറിയുന്നില്ല ഞാൻ എന്തിന് കൊല്ലപ്പെടുന്നുവെന്ന്. കൊല്ലുന്നവൻ അറിയുന്നില്ല ഞാൻ എന്തിനിവനെ കൊല്ലുന്നു. അകാരണമായി വാടക ഗുണ്ടകളെ വെച്ച് കൊലപാതകം നടത്തുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ട് എന്ന് വഹീന്റെ വെളിച്ചത്തിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളാണ് ഈ പറയുന്നത്. ഫമൻ അഹബ്ബ അൻ യുസഹ്സഹ അനിൻ നാരി വയദ്ഖുലൽ ജന്ന ഫൽതഅതിഹി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അതുകൊണ്ട് നരകത്തിലേക്ക് പോവാതെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, നരകത്തിലേക്ക് വീഴാതെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് അന്ത്യനാളിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, തന്റെ മരണം ആസന്നമാകുമ്പോൾ അല്ലാഹുവിലും അന്ത്യനാളിലും ഈമാനുള്ളവരായി മരിക്കാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ അവരാണ് നാളെ രക്ഷപ്പെടാൻ പോകുന്നത്. അന്ത്യനാളിന്റെ അപകടങ്ങൾ വരുമ്പോൾ ഖബറിന്റെ അരികത്തുകൂടെ നടന്നു പോകുമ്പോൾ ആളുകൾ പറയുമത്രേ, എന്തിനാണ് റബ്ബേ ഞാൻ ഈ ഭൂമിക്ക് മീതെ ബാക്കിയായത്?
ഈ മനുഷ്യൻ കിടക്കുന്ന ഖബറിന്റെ ഉള്ളിൽ ഒന്ന് പോയി കിടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ പരീക്ഷണങ്ങളും ഈ വേദനയും ഈ താടന പീഡനങ്ങളൊന്നും ഞാൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് ഖബറിലേക്ക് നോക്കിയിട്ട് പറയുമത്രേ, യാ ലൈതനീ കുൻതു മകാനക്. മരിച്ചു കിടക്കുന്ന മയ്യത്തെ, നീ കിടക്കുന്ന ഈ ഖബറിന്റെ ഇരുട്ടറയിൽ നീ ഒന്ന് എഴുന്നേറ്റ് വാ, ഞാൻ കിടന്നേക്കാം നിനക്ക് പകരം, ഞാൻ ഈ ഖബറിന്റെ ഉള്ളിൽ പോയി കിടന്നെങ്കിലെന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മരണം കൊതിച്ചു പോകുന്ന പരീക്ഷണങ്ങൾ എന്റെ ഉമ്മത്തികൾക്ക് വരാനുണ്ട്. ഉമ്മത്തികളെ, നിങ്ങൾ അടിപതറല്ലേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അജ്റു 50 മിൻ അസ്ഹാബിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ 50ഓളം സ്വഹാബിമാർ ചെയ്ത പ്രതിഫലമാണ്. ഈ കാലഘട്ടത്തിൽ അള്ളാഹു പറഞ്ഞ പോലെ വ്യഭിചരിക്കാതെ, കണ്ണുകൊണ്ട് വ്യഭിചരിക്കാതെ, മനസ്സുകൊണ്ട് വ്യഭിചരിക്കാതെ, ചിന്തകളെ കൊണ്ട് വ്യഭിചരിക്കാതെ, തന്റെ മൊബൈൽ ഫോൺ കൊണ്ട് വ്യഭിചരിക്കാതെ, തന്റെ ശരീരം കൊണ്ട് വ്യഭിചരിക്കാതെ, മദ്യപിക്കാതെ, തോന്നിവാസം ചെയ്യാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന്, ഫിത്നകൾ നടക്കുന്ന ഈ കാലത്ത് ജീവിക്കുന്ന ഒരു സ്വാലിഹായ മനുഷ്യന് സ്വഹാബികളിൽ 50 ആളുകളുടെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം